ഇന്നത്തെ വാർത്താദിനം ആരംഭിക്കുന്നത് 24 കൊണ്ടുവരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയിലൂടെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്യും. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് നടപടി. ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതിൽ ബോർഡ് നിയമോപദേശം തേടി. 24 ബ്രേക്കിംഗ്. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ എന്തൊക്കെ നടപടികൾ പ്രതീക്ഷിക്കാം പ്രതീഷ്? ഉന്മേഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇതിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ദേവസ്വം ബോർഡ് ഇന്ന് സ്വീകരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെതിരെ ആയിരിക്കും നടപടി. സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് യോഗം കൈക്കൊള്ളും. ഈ പ്രതിപട്ടികയിൽ സുനിൽകുമാറിന്റെ പേര് ഉൾപ്പെട്ടതോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. നേരത്തെ ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതാ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ ഉദ്യോഗസ്ഥന്റെ പേര് പ്രതിപട്ടികയിൽ കൂടി വന്നതോടുകൂടിയാണ് ഈ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ പേരുള്ളവരിൽ നിലവിൽ സുനിൽകുമാർ മാത്രമാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് സർവീസിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഉദ്യോഗസ്ഥനെതിരെ ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ ഈ മാനുവൽ പ്രകാരം ഈ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇവരുടെ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ കേസിൽ പ്രതി ചേർത്ത് അതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരുടെ ഒരു വിരമിക്കൽ ആനുകൂല്യം തടയുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിന്റെ മുന്നൊരുക്കങ്ങളും ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തും. ഉന്മേഷം, കോടതി പലതവണ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ദേവസ്വം വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് വന്നതിലും പല കണ്ടെത്തലുകളുമുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അല്ലെങ്കിൽ ആ മട്ടിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ മുഖം രക്ഷിക്കാനാവുമോ? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിലും പറഞ്ഞിരുന്നു 2019 ദേവസ്വം ബോർഡും സംശയ നിഴലിലാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു മൗന അനുവാദം അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതമില്ലാതെ ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്ന് വിജിലൻസ് പറഞ്ഞിരുന്നു. ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡിനെതിരെയും നടപടി കൂടി ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആ ഒരു തരത്തിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ പ്രതി ചേർത്ത പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നടപടി നിലവിലെ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. ഒപ്പം 2025 ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുൾപ്പെടെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്നതാണ് നിലവിലെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ദേവസ്വം ബോർഡ് കാലത്തെയും ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നിലവിലെ ദേവസ്വം ബോർഡും ആവശ്യപ്പെടുന്നുണ്ട്. 2019 ഒപ്പം N വാസുവിന്റെ കാലത്തെ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉൾപ്പെടെ നിലവിൽ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഈ രണ്ട് ഭരണസമിതിയുടെയും കാലത്താണ് പ്രധാനമായും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ഇതിൽ തുടർ നടപടി സ്വീകരിക്കും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയും നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഭരണ നേതൃത്വവും സംശയ നിഴലിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, ശരി. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. 3 പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഇടുക്കിയിൽ പിടിയിലായി. ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുറ്റിയാണ് പിടിയിലായത്. NIA സംഘം മൂന്നാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് ഈ പ്രതി പിടിയിലായത്?
കൃഷ്ണ ഈ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ സഹൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി NIA സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണം ഈ കുടുംബത്തിന് മേലും അതുപോലെ തന്നെ സഹന്റെ മേലും ഉണ്ടായിരുന്നു. ചില സംശയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പേര് ഇയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജാർഖണ്ഡിൽ 3 പോലീസുകാരെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയാണ്. പിന്നീട് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്തായാലും NIA സംഘത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരീക്ഷണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സഹനിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ മൂന്നാർ പോലീസിന്റെ സഹായത്തോടുകൂടി ഗൂഡാർവിള എസ്റ്റേറ്റിൽ നിന്ന് ഈ സഹനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുകയുമാണ്. ഇന്ന് NIA കസ്റ്റഡിയിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് മാവോയിസ്റ്റ് സംഘങ്ങളുമായുള്ള ബന്ധം കൂടി NIA സംഘം സംശയിക്കുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യും. എന്തായാലും ഇയാളെ ഇന്ന് രാവിലെ തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. രാഹുൽ, ഒരു കാര്യം കൂടെ, ഈ കേരളത്തിൽ എത്തിയതിനു ശേഷം ഈ മട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ തുടരുകയോ മറ്റോ ചെയ്തിരുന്നോ? അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? പക്ഷെ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇത്ര സുരക്ഷിതനായിട്ട് ഈ സഹന് താമസിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൂന്നാർ പോലീസും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മൂന്നാറിൽ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ, അതായത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട സംഭവമുണ്ട്. ഇതുവരെ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതും ഗൂഡാർവിള എസ്റ്റേറ്റിൽ തന്നെയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി വിശദമായി തന്നെ പരിശോധിക്കും മൂന്നാർ പോലീസ്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ജാർഖണ്ഡിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ള ഈ അറസ്റ്റ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. OJ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ കടുത്ത എതിർപ്പിലാണ് ഐ ഗ്രൂപ്പ്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ച അബിൻ വർക്കി വിയോജിപ്പ് പരസ്യമാക്കിയേക്കും. ഇന്ന് രാവിലെ 10 മണിക്കാണ് അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം. അബിൻ വർക്കി എതിർപ്പ് പരസ്യമാക്കിയാൽ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തത് മാത്രമല്ല ഐ ഗ്രൂപ്പിന്റെ പരാതി. നിലവിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരികെ എടുത്തു. പകരം 2 വർഷം മുമ്പ് നിരസിച്ച ദേശീയ സെക്രട്ടറി സ്ഥാനം അടിച്ചേൽപ്പിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാക്കാനുള്ള നീക്കമാണിതെന്നാണ് അബിൻ വർക്കിയുടെ പരാതി. രമേശ് ചെന്നിത്തലയും തീരുമാനത്തിൽ കടുത്ത എതിർപ്പിലാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ തകർക്കുന്ന നിലപാടാണെന്ന് ഐ ഗ്രൂപ്പിന്റെ പരാതി. ഒപ്പം KC വേണുഗോപാലിനെതിരെയും പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം ആരംഭിച്ചു. KC വേണുഗോപാൽ തന്നിഷ്ടം നടപ്പാക്കുന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. KC വേണുഗോപാലിനോട് അടുത്തു നിൽക്കുന്ന OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷനായി എന്ന് മാത്രമല്ല, കടുത്ത KC ഗ്രൂപ്പുകാരനായ ബിനു ചുള്ളിയിലിന് ഇല്ലാത്ത പദവി ഉണ്ടാക്കി നൽകിയെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. ഗ്രൂപ്പ് വീതം വെപ്പുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏകപക്ഷീയമായ തീരുമാനമാണ് KC വേണുഗോപാലിന്റേത് എന്നാണ് ഐ ഗ്രൂപ്പിന്റെ വാദം. 24 തിരുവനന്തപുരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ കൃത്യമായ അതൃപ്തി ഉണ്ട് അബിൻ വർക്കിക്ക്. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് വ്യക്തമാക്കുക. ഒരു പരസ്യ പ്രകടനം അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവി അത് അനിശ്ചിതത്വത്തിലാക്കുന്നുവെന്ന നിലപാടിലാണല്ലോ അബിൻ വർക്കി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം 10 മണിക്കാണ് കോഴിക്കോട് നടക്കാൻ പോകുന്നത്. ഈ 10 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അബിൻ വർക്കി എന്താണ് പറയുക എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ച സ്റ്റോറിയിൽ പറയുന്നത് പോലെ തന്നെ, അതായത് ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്തും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനകത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് ഈ അധ്യക്ഷ പദവി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയെ തുടർന്ന്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു, ആരായിരിക്കുമെന്നുള്ളതിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉയർന്നു വന്ന പേര് അബിൻ വർക്കിയുടേതായിരുന്നു. ഒപ്പം തന്നെ KM അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇവരുടെ പേരുകൾ, അതായത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറിച്ച്
മുൻപ് അബിൻ വർക്കി നിരസിച്ച പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അബിൻ വർക്കിയെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിന് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാൻ അബിൻ വർക്കി തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ അബിൻ വർക്കി എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ KC വേണുഗോപാലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിനെതിരെ വലിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് പുറത്തു പറഞ്ഞില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അതൃപ്തികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടിയാണ് അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം കോഴിക്കോട് നടക്കുക. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായപ്പോൾ അതിൽ വിയോജിപ്പ് പരസ്യമാക്കി അബിൻ വർക്കി രംഗത്ത് വരാൻ പോവുകയാണ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ UDFന് തിരിച്ചടിയായി പുറത്തുവന്ന ദൃശ്യങ്ങൾ. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നും എന്ത് രാസപദാർത്ഥമാണ് ഉപയോഗിച്ചതെന്നും കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്നാൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. 3 ദിവസമായി ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM നാളെ നടത്തുന്ന പൊതുയോഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കുള്ള വിവാദത്തിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് ഇന്ന് തുടക്കം. 4 മേഖലകളിൽ നിന്നാണ് കോൺഗ്രസ് ജാഥ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം എന്നീ മേഖലകളിൽ നിന്നുള്ള ജാഥകളാണ് ഇന്ന് ആരംഭിക്കുക. മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന മേഖലാ ജാഥ നാളെ തുടങ്ങും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുകയാണ് ഷഹദ് റഹ്മാൻ. ഷഹദെ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് കോഴിക്കോട് അബിൻ വർക്കി ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത് ഇത്തരത്തിൽ ഈ ജാഥയെ ബാധിക്കാനിടയുണ്ടോ? ജാഥയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി വിവാദം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് കേരളം ഒന്നാകെ. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു യാത്ര തന്നെ ആരംഭിക്കുന്നത്. ആ യാത്രയുടെ പേര് തന്നെ ഇങ്ങനെയാണ്, വിശ്വാസ സംരക്ഷണ ജാഥ എന്നുള്ളതാണ് ആ ജാഥ. അത് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയാണ്. പക്ഷെ അത് മേഖലാ ജാഥകളായി തിരിച്ചുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം എന്നീ മേഖലകളിൽ നിന്നുള്ള ജാഥകളായിരിക്കും ഇന്ന് ആരംഭിക്കുക. ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന മേഖലാ ജാഥ നാളെയാണ് തുടങ്ങുക. പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷും ഒപ്പം തന്നെ കാസർഗോഡ് നിന്ന് K മുരളീധരനും, തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശും, മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബെഹനാനുമാണ് ജാഥ നയിക്കുക എന്നുള്ളതാണ്. ഈ 4 ജാഥകളും ഈ മാസം 17-ന് ചെങ്ങന്നൂരിൽ സംഗമിക്കും. 18-ന് പന്തളത്താണ് മഹാസമ്മേളനത്തോടുകൂടി ഈ ജാഥ സമാപിക്കുക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ആക്രമണവും ഈ 2 വിഷയവും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ ജാഥാ ക്യാപ്റ്റന്മാരായിട്ട് രംഗത്ത് വരികയും അത് സജീവ ചർച്ചയാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാസർഗോഡ് നിന്നും ഇതിന്റെ ഒരു തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അതായത് മലബാറിലെ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ചാണ് ഏറ്റവും ഒടുവിൽ അത് മറ്റിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് കാസർഗോഡ് നിന്ന് K മുരളീധരൻ ഈ ജാഥയെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ ജാഥയ്ക്ക് ആരംഭം കുറിക്കും. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 30-ലേറെ പേർ ചികിത്സയിൽ. ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ 108 പേരുടെ രോഗമാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മരണം റിപ്പോർട്ട് ചെയ്തു. 1.5 മാസത്തിനിടെ 61 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ അത് തെക്കൻ ജില്ലകളിലും ചികിത്സയിൽ കഴിയുന്ന ആളുകൾ കൂടുതലായി വരുന്നുണ്ടല്ലോ. നിലവിലെ സാഹചര്യം എന്താണ്? ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്? പ്രതീഷ്.
ഉന്മേഷ, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണം തെക്കൻ ജില്ലകളിൽ കൂടുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക ഇപ്പോഴും തുടരുന്നു. ഒപ്പം ഈ മരണനിരക്കിലും വർധനവ് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 4 പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. 30ഓളം ആക്റ്റീവ് കേസുകൾ നിലവിൽ ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉൾപ്പെടെ ഇപ്പോഴും പലരും ചികിത്സയിൽ തുടരുന്നുണ്ട്. ഈ അടുത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു യുവതി മരിച്ചിരുന്നു. 15 ദിവസത്തിനിടെ നിരവധി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെറിയ കാലയളവിൽ തന്നെ ഇത്രത്തോളം അധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് പോലും ഇതാദ്യമായാണ്. 24 മരണമാണ് സംസ്ഥാനത്താകെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1.5 മാസത്തിനിടെ 61 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 15 മരണം 1.5 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം പലർക്കും അതൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ക്ലോറിനേഷനാണ് പ്രധാനമായും ഒരു പ്രതിരോധമായ ആരോഗ്യവകുപ്പ് പറയുന്നത്. മലിനജലങ്ങളിൽ ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ കൂടുതൽ രോഗികളും തെക്കൻ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ ചികിത്സാ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ ആശുപത്രി അധികൃതർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഉന്മേഷ, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം കവർന്ന കേസിൽ കവർച്ചയുടെ ദുരൂഹത നീക്കാൻ പോലീസ്. കേസിൽ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു. പിടിയിലായ പ്രതികൾ റിമാൻഡിലാണ്. ഇവരെ ചോദ്യം ചെയ്ത് കവർച്ചയ്ക്ക് പിന്നിലെ ദുരൂഹത നീക്കുകയാണ് ലക്ഷ്യം. പരാതിക്കാരനായ സുബിനും പ്രതികളും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച പോലീസ് എത്തിയത് കള്ളപ്പണ ഇടപാടിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് മുഴുവൻ പ്രതികളിലേക്കും എത്തിച്ചത്. കേസിൽ പിടിയിലായ ലെനിൻ കവർച്ച നടത്തി ലഭിച്ച പണം ഉപയോഗിച്ചു വാങ്ങിയ ഏലക്കായും പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 14 ലക്ഷം രൂപയ്ക്കാണ് ലെനിൻ ഏലക്ക വാങ്ങിയത്. ഓപ്പറേഷൻ അങ്കൂറിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടു കിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ നൽകിയ അപേക്ഷയിൽ വിശദ പരിശോധനയിലേക്ക് കടന്ന കസ്റ്റംസ് വാഹനം വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തതിന്റെ രേഖകളാണ് പരിശോധിക്കുന്നത്. അതിനുശേഷമാകും വാഹനം വിട്ടു നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസിന് അപേക്ഷ നൽകിയത്. കൊച്ചി പള്ളുരുത്തിയിലെ സെയിന്റ് റീത്താസ് ഹൈസ്കൂൾ ഇന്നും അടച്ചിടും. ഹിജാബ് ധരിച്ചെത്തുന്നതിന് വിദ്യാർത്ഥിനിയെ വിലക്കിയെന്ന പരാതിയെ തുടർന്നുണ്ടായ പ്രതിഷേധം കാരണമാണ് സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചത്. ഇന്നലെയും ഇന്നുമായി നടക്കേണ്ടിയിരുന്ന പരീക്ഷ മറ്റൊരു ദിവസം നടക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. യൂണിഫോം ധരിക്കുന്നതിൽ സ്കൂളിന്റെ നിയമം പാലിച്ചില്ല എന്നാരോപിച്ചായിരുന്നു മാനേജ്മെന്റിന്റെ വിലക്ക്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാർത്ഥിനിയുടെ കുടുംബം പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കും. പാലിയേക്കര ടോൾ വിലക്കുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായേക്കും. ടോൾ നിരക്കിന്റെ വർധനയടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കും. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിലക്ക് നീക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഹൈക്കോടതി ഈ വിലക്ക് നീക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ഏകദേശം 2.5 മാസത്തിലേക്ക് അടക്കുന്നു ഈ പാലിയേക്കരയിൽ ടോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ട്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഓഗസ്റ്റ് 6-ാം തീയതിയോടുകൂടി പാലിയേക്കര ടോളിൽ വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി. കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NHAയും ഒക്കെ കാര്യമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ തവണയൊക്കെ കോടതിയെ അറിയിച്ചെങ്കിലും മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിനെതിരെയായിരുന്നു. അവിടെ ഇപ്പോഴും ഗതാഗത കുരുക്കുണ്ട്, പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ പ്രശ്നങ്ങളുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പോകുന്നത് തുടങ്ങിയ വിശദീകരണങ്ങളാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗത്ത് വന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് വിലക്ക് നീക്കാൻ ഹൈക്കോടതി തയ്യാറാകാതിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഇന്ന് ഈ വിലക്ക് നീക്കുന്നത് പരിഗണിക്കാം എന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോഴും ഒരു പ്രധാന പ്രശ്നമായി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അവിടുത്തെ ടോൾ പിരിവിന്റെ നിരക്ക് നിലവിൽ ഈ
കരാറുകാർ വർദ്ധിപ്പിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് എന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. അതിൽ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലപാട് ഇന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കും. ഒപ്പം ഈ 5 കിലോമീറ്റർ സ്ട്രെച്ചിലാണ് പ്രശ്നമുള്ളത്. അവിടെ എന്ത് ചെയ്യാനാകുമെന്നുള്ള കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഇന്ന് വ്യക്തത വരുത്തും. ആ വ്യക്തത തൃപ്തികരമാണെങ്കിൽ ഒരുപക്ഷെ വിലക്ക് നിൽക്കും. അതല്ല, മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുക്കുന്നതെങ്കിൽ ഈ വിലക്ക് തുടരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കേന്ദ്ര സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെ ഹാജരായേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ നേരത്തെ നൽകിയിരുന്നൊരു വാർത്ത, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിൽ ഇടുക്കി മൂന്നാറിൽ പിടിയിലായത് മാവോയിസ്റ്റ് എന്ന കാര്യം ഇപ്പോൾ രാഹുൽ വിജയൻ അറിയിക്കുന്നുണ്ട്. 2021 ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ രാഹുൽ അറിയിക്കുന്നത്. 1.5 വർഷം മുൻപാണ് ഈ സഹൻ കേരളത്തിലെത്തിയത്. കൂടുതൽ ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളും കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. സാങ്കേതിക സർവകലാശാല VC കെ ശിവപ്രസാദിനെതിരെയുള്ള ലോകായുക്ത കേസ് ഇന്ന് പരിഗണിക്കും. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ അഭിഭാഷകനെ നിയോഗിച്ച് കേസ് നടത്താൻ പണം അനുവദിച്ചതിനെതിരെയാണ് കേസ്. വിഷയം പ്രാഥമികമായി നിലനിൽക്കുന്നതാണെന്നും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഒപ്പം രജിസ്ട്രാർ ഇൻചാർജ് ജി ഗോപിൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ MG സുമേഷ് എന്നിവർക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവിറക്കി. മുൻ സിൻഡിക്കേറ്റ് അംഗം I സാജുവാണ് പരാതിക്കാരൻ. അഭിഭാഷകന് പണം നൽകുന്നത് തെറ്റല്ല, പക്ഷേ അനുമതിയില്ലാതെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നടപടി തെറ്റ് എന്നായിരുന്നു പരാതിയിൽ ലോകായുക്തയുടെ അഭിപ്രായം. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ വിധി ഇന്ന്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയാണ് ഈ കേസിലും പ്രതി. ശിക്ഷാവിധിയെ തെല്ലും ഭയമില്ലെന്ന് വാദം പൂർത്തിയായി മടങ്ങുമ്പോൾ ചെന്താമര പ്രതികരിച്ചിരുന്നു. തൂക്കുകയർ ഉൾപ്പെടെ ഒരു ശിക്ഷാവിധിയെയും ഭയക്കുന്നയാളല്ലെന്ന് കോടതിയിൽ വെച്ചും ചെന്താമര പറഞ്ഞിരുന്നു. വഴക്കിനെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയതോടെ ചെന്താമരയ്ക്ക് നാടിനോടും നാട്ടുകാരോടും ഉണ്ടായിരുന്നത് കൊടും പക. ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് അയൽക്കാർ കാരണമാണെന്നും അവരുടെ കൂടോത്രമാണെന്നുമുള്ള സംശയവും ചില അന്ധവിശ്വാസങ്ങളുമായിരുന്നു ചെന്താമരയുടെ പകയ്ക്ക് കാരണം. ഒടുക്കം 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിത ആ പകയുടെ ആദ്യ ഇരയായി. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറി സജിതയെ ചെന്താമര വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ സെപ്റ്റംബർ 3 പോലീസ് പിടിയിലായി. പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര നാട്ടുകാർക്ക് നേരെ നിരന്തരം ഭീഷണി ഉയർത്തി. അയൽക്കാരിയായ മറ്റൊരു സ്ത്രീയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലെ വീട്ടിൽ തുടർന്ന ഇയാൾ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം ഒളിവിൽ പോയി. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി. സജിത വധക്കേസിൽ ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. 2020 കുറ്റപത്രം സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഒക്ടോബർ 5 വാദം പൂർത്തിയായി. 24 പാലക്കാട്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ മാനേജ്മെന്റുകൾ. സംസ്ഥാനത്തെ 4999 മാനേജ്മെന്റുകളിൽ 1329 മാനേജ്മെന്റുകൾ മാത്രമാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. 3670 മാനേജ്മെന്റുകൾ ഇതുവരെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. ഈ സാഹചര്യത്തിൽ ഭിന്നശേഷി നിയമനത്തിനു വേണ്ടി രൂപീകരിച്ച സംസ്ഥാന ജില്ലാ സമിതികളുടെ പ്രവർത്തനം തുടരാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ നിലപാട് വ്യാഴാഴ്ച സുപ്രീംകോടതിയെ അറിയിക്കും. വിവിധ സംഘടനകൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാകും സർക്കാർ നയം വ്യക്തമാക്കുക. NSSന് അനുകൂലമായി ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാവുന്നതാണെന്നാകും കോടതിയെ അറിയിക്കുക. നോക്കാം ചില അറിയിപ്പുകൾ. കോഴിക്കോട് കോവൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് HSSൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11-ന്.
പത്തനംതിട്ട ജില്ലാ സ്കൂൾ കായികമേള നാളെ മുതൽ 16 വരെ കൊടുമൺ EMS സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം 16-ന് ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11:30-ന് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ. മാവേലിക്കര ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, വുഡ് വർക്ക് ടെക്നീഷ്യൻ ഗ്രേഡുകളിൽ SSC ST വിഭാഗത്തിൽ സീറ്റൊഴിവുണ്ട്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 17-ആണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മെഡിസപ്പ് പദ്ധതിക്ക് കീഴിൽ 6 മാസത്തേക്കാണ് നിയമനം. അഭിമുഖം നാളെ രാവിലെ 11-ന്. മൂന്ന് പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാറിൽ പിടിയിലായത് മാവോയിസ്റ്റ്. ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുറ്റിയാണ് NIAയുടെ പിടിയിലായത്. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന്. രാഹുലെ, 2021-ലാണ് ജാർഖണ്ഡിൽ 3 പോലീസുകാരെ ഇയാൾ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് മൂന്നാറിലെത്തുന്നു. എന്നാണ് ഇയാൾ മൂന്നാറിലെത്തിയത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളുണ്ടോ? മാവോയിസ്റ്റ് ആണെന്ന് ഇപ്പോൾ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, 1.5 വർഷം മുമ്പാണ് ഈ സഹൻ ടുഡി മൂന്നാറിലെത്തുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഭാര്യയുമൊത്ത് അതിഥി തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്നു. ഗൂഡാർവിള എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. 2021-ലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ജാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ 3 പോലീസുകാരെ കൊന്ന മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട്. അതിലെ പ്രധാനിയാണ് ഈ സഹൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സഹനെ കണ്ടെത്തി നൽകുന്നവർക്ക് ഇനാം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കാര്യമായി തന്നെ നടക്കുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ 2021 തന്നെ ജാർഖണ്ഡിൽ നിന്ന് ഈ സഹൻ സംസ്ഥാനം കടന്നതാണ്. പിന്നീട് 1.5 വർഷം മുമ്പ് മൂന്നാറിലേക്ക് എത്തുന്നു. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ കഴിയുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ സഹനൊപ്പം കേരളത്തിലേക്ക് കൂടുതൽ മാവോയിസ്റ്റുകളും ജാർഖണ്ഡിൽ നിന്ന് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പരിശോധനയും ഊർജിതമാക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സഹനെ ചോദ്യം ചെയ്ത് ഈ കൂടുതലായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. നിലവിൽ ഇപ്പോഴെന്തായാലും ഈ പോലീസിന്റെ സംരക്ഷണയിൽ മൂന്നാർ സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ ഈ സഹൻ ഉള്ളത്. ഇന്ന് തന്നെ NIA സംഘം ഈ സഹനുമായി കൊച്ചിയിലേക്ക് പോവുകയും ചെയ്യും. രാഹുൽ, ഇപ്പോൾ ഈ സഹനിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ NIA സംഘം? ഇത് 4 വർഷം മുൻപുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നതിനിടെ കേരളത്തിലേക്ക് കടന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ എങ്ങനെയാണ് ഈ NIA സംഘത്തിന് കിട്ടുന്നത്? അന്വേഷണം എങ്ങനെയായിരുന്നു രാഹുൽ? അന്വേഷണ രഹസ്യ വിവരത്തെ തുടർന്ന് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ സഹൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം രഹസ്യ വിവരമായി ലഭിക്കുകയായിരുന്നു. അതെങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ ആരറിയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. അത് അറിയിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സഹൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ഈ NIA സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണത്തിലായിരുന്നു ഈ NIA സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് സഹൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായത് എന്നാണ് NIA സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരവും. എന്തായാലും ഇതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അതിഥി തൊഴിലാളിയായിട്ട് ഇവിടെ ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആ സംഭവത്തിന് ശേഷം, ഈ സ്ഫോടനത്തിന് ശേഷം 3 പോലീസുകാരെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാർഖണ്ഡിൽ നിന്ന് ഒരു സംഘമായി തന്നെയാണ് അവർ നാട് വിടുകയും ചെയ്തത്. പിന്നീട് 1.5 വർഷം മുമ്പ് ഈ മൂന്നാറിൽ ഗൂഡാർവിള എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി എത്തുന്നതും ഒരു സംഘമായി തന്നെയാണ്. ഭാര്യയും ഒന്നും നിലവിൽ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സഹനെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമായി വരേണ്ടതുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 60 സീറ്റുകളിൽ മത്സരിച്ചേക്കും. RJDയുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. സീറ്റ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമെന്നുണ്ടായേക്കും. കൂടുതൽ സീറ്റുകൾ നൽകണമെന്ന് ഇടതു പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഘവ്പൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് തന്നെ മത്സരിക്കും. ബീഹാറിൽ നിന്ന് വിശദാംശങ്ങളുമായി വിനീത വിജയാണ് ചേരുന്നത്. വിനീത, ഇന്ന് മുന്നണികൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ ഈ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകും. ഇനിയും ചില വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ടിയുണ്ടല്ലോ. Very good morning, Christine and Unmesh.
ക്രിസ്tina സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കടക്കം പാർട്ടികൾ കടന്നേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സീറ്റ് ധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് NDAയുടേതും ഉണ്ടാകും. ഒപ്പം തന്നെ മഹാസഖ്യത്തിൻ്റെതും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി NDAയുടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സീറ്റ് ധാരണ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനും പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കാനുമായിരുന്നു തീരുമാനം. പക്ഷേ അവസാന ഘട്ടത്തിൽ JDUവും BJPയും തമ്മിൽ ചില സീറ്റ് ധാരണകൾ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായതാണ് ആ വാർത്താ സമ്മേളനം പിന്നീട് മാറ്റിവെക്കുകയും ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തത്. ഏതാണെങ്കിലും ഇപ്പോൾ ആ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് ഈ ധാരണയിലേക്ക് എത്തിയതിനു ശേഷം ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അറിയിക്കുമെന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 55 സീറ്റ് കോൺഗ്രസിന് നൽകാമെന്നുള്ളതായിരുന്നു RJD പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 60 സീറ്റുകളെങ്കിലും ലഭിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഏറെക്കുറെ ആ ആവശ്യത്തിലേക്ക് RJD വഴങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. ഇത് സംബന്ധിച്ച RJDയുമായി ധാരണയിലായിട്ടുണ്ട്. ഒപ്പം തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ ഒരു വിഭാഗം നേതാക്കളടക്കം വലിയ അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക ഈ മാസം 17 വരെയാണ് സമർപ്പിക്കേണ്ടത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ അടുക്കുമ്പോഴും ഈ സഖ്യത്തിനുള്ളിൽ ഇപ്പോഴും ഒരു ധാരണ കൂടാതെ ഇങ്ങനെ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വലിയ അതൃപ്തി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ BJPയുടെ അടക്കം ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പട്ടിക ഇന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി ഇന്നലെ 2ാം ഘട്ട പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു. 15 മുതൽ ഈ മാസം 15 മുതൽ തന്നെ പ്രചരണത്തിലേക്ക് കടക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രചരണ ചൂടിലേക്ക് പാർട്ടികൾ എത്തുകയാണ്. പക്ഷേ പ്രധാന മുന്നണികളിൽ ഇപ്പോഴും ചില തർക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ധാരണയിലേക്ക് എത്തിയതിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് ഇന്ന് തന്നെ വൈകാതെ കടക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന ഉമേഷ്. ശരി, വിനീത വിജിയാണ് ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 17 നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നിരിക്കെ ഇതുവരെയും സ്ഥാനാർത്ഥി കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായില്ല. എങ്കിലും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സീറ്റ് വിഭജനം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് വിനീത റിപ്പോർട്ട് ചെയ്യുന്നത്. NDAയും മഹാസഖ്യവും രാഷ്ട്രീയ തേരോട്ടം നടത്തുന്ന ബീഹാറിൽ ഇക്കുറി പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരു 3ാം മുന്നണി കൂടി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി. പാർട്ടി ഇരു മുന്നണികൾക്കും ബീഹാറിൽ ഒരുപോലെ വെല്ലുവിളി ഉയർത്തിയേക്കും. 3 പതിറ്റാണ്ട് കാലം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും നിറഞ്ഞു നിന്ന ബീഹാറിൽ ഇക്കുറി പുതുപരീക്ഷണത്തിനിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോർ. ബീഹാറിലെ ചെറു പാർട്ടികളുടെ പിന്തുണയും പരമ്പരാഗത വോട്ട് ബാങ്കുകളുമാണ് ലക്ഷ്യം. JDUവിന്റെ പ്രവർത്തന രീതിയിൽ നിരാശരായ പ്രാദേശിക നേതാക്കൾ കൂടി ജൻ സൂരജിലേക്ക് എത്തുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ. RJDയോട് അടുത്തു നിൽക്കുന്ന മുസ്ലിം വോട്ടർമാരിൽ ഒരു വിഭാഗം ഇക്കുറി മാറി ചിന്തിച്ചേക്കും. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ശക്തമായൊരു 3ാം മുന്നണിയായി പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് മാറും. RJDയുടെ സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ തേജസ്വി യാദവിനെതിരെ പ്രശാന്ത് കിഷോർ മത്സരിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കേണ്ടി വന്ന രാഹുൽ ഗാന്ധിയുടെ ഗതിയാകും ഇത്തവണ തേജസ്വി യാദവിനെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 4 ദിനം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം അവസാനഘട്ട ചർച്ചയിലാണ്. കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ BJPയും JDUവും തമ്മിൽ സീറ്റുകൾ സംബന്ധിച്ച ധാരണയിലെത്താത്തതാണ് NDAയിലെ തർക്കത്തിനു കാരണം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ സാൻവർ തെഹസിൽ ട്രാക്ടർ മറിഞ്ഞ് 3 മരണം. 27 തൊഴിലാളികളുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്ക്. ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസിൽ 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത് പശ്ചിമബംഗാൾ പോലീസ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മുൻപ് പിടിയിലായ 3 പ്രതികളെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 3 നില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയ സൈന്യം. കുപ്വാരയിലെ മച്ചിൽ, ദുഡ്നിയാൽ എന്നിവയ്ക്ക് സമീപത്തെ നിയന്ത്രണ രേഖയിൽ സൈന്യം വെടിയുതിർത്തു.
കരൂർ ദുരന്തത്തിൽ അന്വേഷണം CBIക്ക് വിട്ട സുപ്രീം കോടതി നടപടി സ്വാഗതം ചെയ്ത് തമിഴ്നാട് BJP. സംഭവത്തിന് പിന്നിൽ ആരായാലും ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് BJP നേതാവ് K. അണ്ണാമലൈ. ഇനി വാർത്താലോകം. യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. മോസ്കോയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള US നിർമ്മിത ദീർഘദൂര മിസൈൽ സെലൻസ്കി ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റില് അദ്ദേഹം ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പോയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഐക്യത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖില് ആണ് ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആഗോള ഉച്ചകോടിയിൽ ലോകത്തു നിന്നുള്ള പ്രധാന നേതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിൽ വിശാലമായ സമാധാനം വേണം, പഴയ വഴക്കുകളും യുദ്ധങ്ങളും അതുപോലെ വിദ്വേഷങ്ങളും ഒക്കെ മറക്കണം, പഴയ യുദ്ധങ്ങളൊന്നും ആയിരിക്കരുത് നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത്. ഇത്തരം ഒരു തീരുമാനമൊക്കെ എടുക്കുവാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരേ ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അധികം വൈകാതെ അമേരിക്കയിലേക്ക് എത്തും. അദ്ദേഹം വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ ഏതാനും മണിക്കൂറുകൾക്കകം എത്തും. അദ്ദേഹത്തിനോടൊപ്പം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ സിസിയും ഇന്നലത്തെ ഈ ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രപ്പോസൽ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരു അവസാന അവസരമാണ്. അദ്ദേഹം അമേരിക്കയിൽ എത്തിയാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഉള്ള രണ്ടാമത്തെ പ്രധാന വിഷയം റഷ്യ യുക്രൈൻ യുദ്ധമാണ്. യുക്രൈൻ പ്രസിഡന്റ് വോളോദിമീർ സെലൻസ്കി അമേരിക്കയിൽ എത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച നടക്കുക. ദീർഘദൂര ടോമഹോക്ക് മിസൈൽ യുക്രൈന് നൽകുന്നതൊക്കെ പരിഗണിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിലേക്ക് പോകും മുമ്പ് പറഞ്ഞിരുന്നു. ഈ വളരെ നാളായിട്ട് യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം മുതൽ സെലൻസ്കിയുടെ ആവശ്യമായിരുന്നു ഇത്. മോസ്കോയൊക്കെ ലക്ഷ്യം വെക്കുവാൻ ശേഷിയുള്ള അമേരിക്കയുടെ ദീർഘദൂര ഈ മിസൈൽ സെലൻസ്കി ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഈ വെള്ളിയാഴ്ച നടക്കുന്ന നിർണായക കൂടിക്കാഴ്ച. എന്നാൽ റഷ്യ ഏറെ നാളായിട്ട് ഇത് ശക്തമായി എതിർക്കുകയാണ്. യുദ്ധം ഇതൊക്കെ വലിയൊരു തോതിൽ അത് വ്യാപിക്കുവാനുള്ള ഇടയാക്കത്തേ ഉള്ളൂ എന്നാണ് റഷ്യയും അതുപോലെ വ്ളാദിമിർ പുടിനും പറയുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഗസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനായി ഈജിപ്ത് നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ തലവന്മാരാണ് ഒപ്പുവെച്ചത്. ഇതോടെ 2 വർഷം നീണ്ട ഗസയിലെ യുദ്ധത്തിന് വിരാമമായി. ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ നടന്ന ഉച്ചകോടിയിൽ 20-ലധികം രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുത്തത്. ഗസ സമാധാന കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രയേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ച. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകളിൽ പങ്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പങ്കെടുത്തത്. അതേസമയം ഹമാസ് തടവിൽ ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ബന്ദികളും തിരികെ എത്തി. 20 പേരെ ഹമാസ് കൈമാറി. ഇസ്രയേൽ കസ്റ്റഡിയിലായിരുന്ന 2000-ഓളം പലസ്തീനി തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിൽ നിന്ന് സൗദി അറേബ്യയെ ഒഴിവാക്കിയതിലെ വ്യക്തത. വൈകാതെ സൗദി സന്ദർശനത്തിനും കേന്ദ്രാനുമതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സൗദിയിലെ സംഘാടകർ. ഒക്ടോബർ 16 മുതൽ നവംബർ 8 വരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് അവസാനം കേന്ദ്രാനുമതി ലഭിച്ചപ്പോൾ സൗദിയെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സൗദിയെ ഒഴിവാക്കിയത് പട്ടികയിൽ നിന്ന് എന്ന് വ്യക്തമല്ല. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ നിഷേധിച്ചിരുന്ന കേന്ദ്രാനുമതി ഇപ്പോൾ ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഒക്ടോബർ 16 ബഹ്റൈനിലും ഒക്ടോബർ 24 ഒമാനിലും 30 ഖത്തറിലും നവംബർ 7 കുവൈത്തിലും നവംബർ 8 UAE യിലുമാണ് ഇപ്പോൾ സന്ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൗദി ഇപ്പോൾ പട്ടികയിൽ ഇല്ല.
ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി ലഭിക്കാത്തത് എന്നാണ് മലയാളം മിഷൻ ഉൾപ്പെടെയുള്ള ഈ സൗദിയിലെ സംഘാടകർ പറയുന്നത്. എന്നാൽ തങ്ങൾക്കേറെ പ്രതീക്ഷയുണ്ട് എന്നും സൗദിയിലേക്കുള്ള സന്ദർശനത്തിന് മുഖ്യമന്ത്രിക്ക് അനുമതി ലഭിക്കും എന്നാണ് കരുതുന്നത് എന്നുമാണ് സംഘാടകർ അറിയിക്കുന്നത്. നേരത്തെ ഒക്ടോബർ 17 മുതൽ 19 വരെയായിരുന്നു സൗദി സന്ദർശനം പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ഒക്ടോബർ 17-ന് ദമാമിലും 18-ന് ജിദ്ദയിലും 19-ന് റിയാദിലുമായിരുന്നു പൊതുപരിപാടികൾ നിശ്ചയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ദിവസങ്ങളിലെ ഈ ഒക്ടോബർ 17 മുതൽ 19 വരെയുള്ള സൗദി സന്ദർശനം ഇനി ഏതായാലും നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. തീയതി മാറുമെങ്കിലും അല്പം നീളുമെങ്കിലും മുഖ്യമന്ത്രിക്ക് സൗദി സന്ദർശനത്തിനുള്ള അനുമതി കൂടി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. എറണാകുളം കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് മൂലമല്ലെന്ന പോലീസ് കണ്ടെത്തലിൽ പ്രതികരണവുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കോതമംഗലത്തെ സംഭവം ലവ് ജിഹാദ് തന്നെയെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. 23-കാരിയുടെ ആത്മഹത്യക്കുറിപ്പിൽ മതപരിവർത്തന ശ്രമത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ടെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്. ഇപ്പോൾ സർക്കാരിന്റെ ലേഖകളിൽ അത് ലവ് ജിഹാദ് അല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലവ് ജിഹാദ് അല്ല എന്ന് ഈ സർക്കാർ ഭരിക്കുന്ന ഒരു പോലീസ് അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കൃത്യമായ സമ്മർദ്ദങ്ങളുണ്ട്. ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ സർക്കാർ വലിയ രീതിയിലാണ് ശ്രമിക്കുന്നത്. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്നെ മതം മാറ്റാൻ അവർ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്യും. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് നടപടിക്ക് നീക്കം. ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുക്കും. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാകുക? കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും ദേവസ്വം ബോർഡ് പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപ്പട്ടികയിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവീസിൽ തുടരുന്നത്. അത് നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ്. പിന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇദ്ദേഹത്തെ ആയിരിക്കും ഇന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. കാരണം പ്രതിപ്പട്ടികയിൽ പേര് വന്നതോടുകൂടിയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുന്നത്. മറ്റ് പ്രതിപ്പട്ടികയിലുള്ളവരൊക്കെ തന്നെ നേരത്തെ സർവീസിൽ നിന്ന് വിരമിച്ചതാണ്. ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യം ബോർഡ് നിയമോപദേശം തേടിയിരുന്നു. പക്ഷേ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ തിരിച്ചുപിടിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തിടുക്കപ്പെട്ട ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി, ഒപ്പം നിലവിലെ SIT അന്വേഷണം, ഇതുൾപ്പെടെ ചർച്ചയാകുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സന്നിധാനത്ത് ഒപ്പം ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ പരിശോധന നടന്നിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം ദേവസ്വം ബോർഡ് വിലയിരുത്തൽ നടത്തും. പിന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായിരിക്കും ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ ഈ SIT അന്വേഷണം നടന്നു വരികയാണല്ലോ. ഈ സ്വർണം അതെവിടെ വെച്ച് നഷ്ടമായി എന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച അന്വേഷണം, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എന്തൊക്കെ നിഗമനങ്ങളിൽ ഇതിനോടകം SIT എത്തിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ തെളിവ് കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷ അന്വേഷണത്തിന്റെ ഭാഗമായി? ഉന്മേഷ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് പ്രധാനമായും രേഖകളാണ്. രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പ്രധാനമായും ഇവിടെ ഒരു സ്വർണ്ണ അപഹരണം നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കവർന്ന സ്വർണം എവിടെ, ഈ തൊണ്ടി മുതൽ എവിടെ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എത്രത്തോളം സ്വർണ്ണമാണ് ഇവിടെ നിന്ന് കവർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഈ
ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷനിൽ 2 ദിവസം SIT സംഘം പരിശോധന നടത്തി. ദേവസ്വം വിജിലൻസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ഈ ഭണ്ഡാരി കൃത്യമായൊരു സഹകരണം നടത്തിയിരുന്നില്ല. പിന്നീട് ദേവസ്വം ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ക്രമക്കേടുകൾ ഓരോന്നും ഈ സ്മാർട്ട് ക്രിയേഷൻ CEO വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും സ്മാർട്ട് ക്രിയേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ഈ സ്വർണ്ണപ്പാളി കൈമാറിയത് ഹൈദരാബാദ് സ്വദേശിയായ നാഗേഷിനാണ് എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച ഈ സ്വർണ്ണപ്പാളി കൂടുതൽ സമയവും ഉണ്ടായിരുന്നത് ഹൈദരാബാദിലാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ തെളിവുകളൊക്കെ തന്നെ ഈ കൊണ്ടുപോയ സ്വർണം എന്ത് ചെയ്തു, ഒപ്പം തിരികെ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ, ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയ ശേഷമായിരിക്കും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനുശേഷമായിരിക്കും ഈ പ്രതി ചേർത്തിട്ടുള്ള മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. കാരണം ഈ രേഖകളെ അടിസ്ഥാനമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാമെന്ന നിഗമനത്തിലാണ് പ്രത്യേക സംഘമുള്ളത്. കാരണം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് പ്രാഥമികമായും SIT സംഘത്തിന്റെ കയ്യിലുള്ളത്. അതിനപ്പുറം കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉന്മേഷ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിൽ അടിമുടി ദുരൂഹത എന്ന വിവരം കൂടി വരുന്നുണ്ട്. സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കാണാനില്ല. അന്വേഷണ സംഘത്തിന് ഈ രേഖകളിലൊക്കെ സംശയമുണ്ട്. 2019 ഓഗസ്റ്റ് 29 എൻട്രി രേഖകൾ ഉൾപ്പെടെ ഇല്ല. പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കും. ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അതിന്റെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള രേഖകളൊന്നും അവിടെ കാണുന്നില്ല. മറ്റൊന്ന് 2019 ഓഗസ്റ്റ് 29 എൻട്രി രേഖകൾ കാണുന്നില്ല എന്നതാണ്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം വലിയ ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. പാലിയേക്കര ടോൾ വിലക്കുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരായേക്കും. ടോൾ നിരക്കിന്റെ വർധനയടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, വീണ്ടും ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കാനെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താകും? ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് നിർണായകമാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്നെ കോടതിയുടെ നിലപാടും ഏറെ ശ്രദ്ധേയമായിരിക്കും. കാരണം ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപക്വമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ടോൾ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ഏകദേശം 2.5 മാസത്തോളം അടുക്കുന്നു. അതിനുശേഷം പലതവണ NHAയും അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനിയും ഒക്കെ സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു ടോൾ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട്. പക്ഷേ ഒരു തരത്തിലുള്ള അനുനയ നടപടിയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. കോടതി ആകെ പറയുന്നത് കൃത്യമായ സുരക്ഷയോടുകൂടി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിൽ മാത്രം ടോൾ പിരിച്ചാൽ മതി. അതിനിടയിലാണ് ഈ ടോൾ വിലക്കുള്ള സമയത്ത് തന്നെയാണ് ടോളിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചത്. സ്വാഭാവികമായ വർധനമെന്നാണ് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ കോടതി അതിൽ കൃത്യമായ വിശദീകരണം ചോദിച്ചിരുന്നു. ഇന്ന് ആ വിശദീകരണം കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കും. ഒപ്പം തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും കോടതിക്ക് മുമ്പാകെ വരും. ഇത് രണ്ടും പരിഗണിച്ച ശേഷമായിരിക്കും ഈ വിലക്ക് നീക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്തുക. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് എതിരാണെങ്കിൽ സ്വാഭാവികമായും ഈ വിലക്ക് തുടരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ്. അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നു, പലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ട്, ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുണ്ടായത്. അത് പരിഹരിക്കാൻ ഇതുവരെ NHAക്ക് ആയിട്ടില്ല എന്നുള്ളതും ഏറെ വസ്തുതാപരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് മാത്രമേ കോടതി ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരോട് കഴിഞ്ഞ തവണകളിലൊക്കെ കോടതി ആവശ്യപ്പെട്ടിരുന്നത് എന്താണ് നിലപാട് എന്ന് ചോദിച്ചിരുന്നു, പക്ഷെ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരായി ആ നിലപാട് വ്യക്തമാക്കും. ഇതെല്ലാം പരിഗണിച്ചായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് പോവുക. ടോള് പിരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പോലും കൃത്യമായ കർശനമായ ഉപാധികൾ ഉണ്ടാകുമെന്നൊരു സൂചന കോടതി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അതോടൊപ്പം തന്നെ ഹരിശങ്കർ മേനോൻ തുടങ്ങിയ ആളുകളുടെ ബെഞ്ചാണ് ഈ വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്.
കൊല്ലം കടക്കലിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കുറ്റിക്കാട് സ്വദേശിനിയായ 58 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്തെ, ഇപ്പോൾ തെക്കൻ ജില്ലകളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഒരാൾക്ക് കൂടി കൊല്ലം ജില്ലയിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. ഉന്മേഷ്, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ കടക്കൽ പ്രദേശത്ത് ഇത് രണ്ടാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ 58-കാരിയായ കടക്കലുള്ള ഈ വടക്കേവയൽ സ്വദേശിനിയായ കുറ്റിക്കാട് വടക്കേവയൽ സ്വദേശിനിയായ 58-കാരിക്ക് പനി ബാധിച്ചത്. ഇവർ ഉടൻ തന്നെ ചുണ്ടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. അവിടെ വെച്ച് രോഗം കലശലായതോടുകൂടി തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടുകയും ചെയ്തു. അവിടെ നിന്നുമാണ് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് അവിടെ വെച്ചാണ് അവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബിജു എന്ന് പറയുന്ന ആൽത്രമുട് സ്വദേശി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. ഏതായാലും കൊല്ലം കടക്കലിലാണ് ഇപ്പോൾ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.